ഹലോ എവ്രി വൺ. ഇത് ന്യൂ ഇയർ ഈവാണ്, 31 ഡിസംബർ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് എന്താ ഉണ്ടാക്കണേ, അതുപോലെ വൈകുന്നേരം എന്താ ഉണ്ടാക്കണേ എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതാ കൈപ്പയ്ക്ക, നമ്മുടെ പാവയ്ക്ക വെച്ചിട്ടുള്ള ഉപ്പേരിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. നമ്മുടെ നോർമൽ ഉള്ളി വഴറ്റുന്നതും പച്ചമുളകും പിന്നെ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ട ശേഷം പാവയ്ക്കയും ഇട്ടിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചെടുക്കുക. പിന്നെ ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രോൺസിൻ്റെ കറിയും പ്രോൺസ് റോസ്റ്റുമാണ്. ഇവിടെ അച്ഛനും മൂക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതാണിത്. അപ്പോൾ പ്രോൺസ് റോസ്റ്റ് ചെയ്യുകയാണ്. നമ്മുടെ സ്കില്ലറ്റിലാണ് ഉണ്ടാക്കുന്നത്. അതും വെളിച്ചെണ്ണയിൽ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് കരിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി എല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുകയാണ്. കറി ഉണ്ടാക്കാനായിട്ട് ചെമ്മീൻ ഇട്ടു, അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും കീറിയിട്ടിട്ടുണ്ട്, പാകത്തിന് ഉപ്പും പിന്നെ ചെറിയ ഉള്ളിയും ഒരു 5-6 കട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പ്രോൺ റോസ്റ്റിന് പൊടികൾ ആഡ് ചെയ്യുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം, ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ഈ സ്കില്ലറ്റിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പ്രോൺസ് കഴിയത് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് നമ്മുടെ പ്രോൺസ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എപ്പോഴും ഈ 31 പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ഡേ ആണല്ലോ, ഇയർ എൻഡാണ്. നമുക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒരു റിഫ്ലക്ഷൻ ചെയ്യേണ്ട ഒരു ടൈം. നമുക്ക് നല്ലതും നടന്നിട്ടുണ്ടാകും, വിഷമങ്ങളും ഉണ്ടായിക്കാണും. അതൊക്കെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഓവർകം ചെയ്ത് ന്യൂ ഇയറിലേക്ക് സ്റ്റെപ്പിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ വർഷം എൻഡ് ആയതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കാം. അത് ഞങ്ങളുടെ പോളിസി. അപ്പോൾ അതാ അങ്ങനെ പ്രോൺ റോസ്റ്റിന് നാളികേരക്കൊത്തും ആഡ് ചെയ്ത് കൊടുത്തു. നേരത്തെ ആഡ് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഇവിടെ നമ്മുടെ ചെമ്മീൻ വെന്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. അരയ്ക്കാനായിട്ട് നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 4 ചെറിയ ഉള്ളി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അത് ഇതപ്പോൾ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ചെമ്മീൻ ഈ നാളികേര മിക്സ്ചറിൽ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മുടെ പാവയ്ക്ക ഉപ്പേരി റെഡിയായിട്ടുണ്ട്. ചെമ്മീൻ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചെമ്മീൻ കറിയും ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഡിസംബറും ഞാൻ ചെമ്മീൻ തന്നെ ഉണ്ടാക്കിയേ തോന്നുന്നു. ഇതൊരു ട്രഡീഷൻ പോലെയാണ്. എന്നുവെച്ചാൽ ഇവിടെ നല്ല ഇഷ്ടമാണ് ചെമ്മീൻ റോസ്റ്റ്, അതുപോലെ കറിയും. പിന്നെ ഊണിന് എല്ലാവരും ഹാപ്പിയുമാണ്. അപ്പോൾ അങ്ങനെ കരിവേപ്പിലയും ഇട്ടു, വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു, കറിയും റെഡി, നമ്മുടെ ചെമ്മീൻ റോസ്റ്റും പാവയ്ക്ക ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു രാത്രിത്തേക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, എന്നാൽ പിന്നെ അതും ചെയ്തേക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉള്ളി വഴറ്റുകയാണ്. അതിലേക്ക് പച്ചമുളകും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. കരിവേപ്പിലയും ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ബട്ടൂര ഉണ്ടാക്കാം രാത്രിയിലെന്ന്. ചിക്കൻ കറി അപ്പോൾ നേരത്തെ അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണി കഴിഞ്ഞല്ലോ. ഈ പറഞ്ഞ പോലെ ബട്ടൂരയും ചിക്കൻ കറിയും ഇതും നമ്മുടെ ഒരു ട്രഡീഷൻ തന്നെയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ന്യൂ ഇയർ ഈവ് ബട്ടൂരയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിംഗ് ഒക്കെ ഉള്ളപ്പോൾ ഓരോരുത്തർ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടുവരും. അപ്പം ഞാൻ ബട്ടൂരയാണ് ഉണ്ടാക്കാറ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് കുറച്ച് നാളികേരക്കൊത്തും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ പാകത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിനനുസരിച്ചിട്ട്, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഇതും കൂടെ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ മാറിയ ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ മറന്നുപോയി. ഇതിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലയ്ക്ക് ഒന്ന് കോട്ടായിട്ട് വരട്ടെ. എന്നിട്ട് പാകത്തിന് വെള്ളവും ചേർത്ത ശേഷം നമുക്ക് അടച്ച് നമ്മുടെ ചിക്കൻ വേവിച്ച് തുടങ്ങാം. ഇപ്പോൾ മസാലയ്ക്ക് നന്നായി കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോഴത്തേന് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് ഉണ്ണാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണ്ണാൻ പോവുകയാണ്. ചിക്കൻ കറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ മസാല 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതൊരു നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോൾ. ഓൾറെഡി ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചിക്കൻ മസാലയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഫൈനലി ഇതാ കൊറിയാൻഡർ ലീവ്സും അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഗാർണിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയൂണയ്ക്ക് കഴിഞ്ഞു. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത ശേഷം വൈകുന്നേരം ഇതപ്പോൾ ബട്ടൂരയ്ക്ക് കുഴയ്ക്കുകയാണ്. ഞാൻ 3 ഗ്ലാസ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ എടുക്കാം. അതേപോലെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോഡ ബൈകാർബണേറ്റ്, ഒരു ചെറിയ പീസ് ബട്ടർ, നെയ്യ് ഉണ്ടെങ്കിൽ ഒരു 1 ടീസ്പൂൺ നെയ്യും ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പും ആഡ് ചെയ്യണം, പുട്ടിന് നനയ്ക്കുന്നത് പോലെ. എന്നിട്ടിപ്പോൾ ഒരു 1/2 കപ്പ് തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി വാം വാട്ടർ, ഒരു 1/2 കപ്പ് വാം വാട്ടറും എടുത്തിട്ടുണ്ട്. മതിയായില്ലെങ്കിൽ വീണ്ടും കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത ശേഷം അത് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് വയ്ക്കുക, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പം മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ രാത്രിയിലത്തേക്കാണ് ഇത് ഉണ്ടാക്കണം. അപ്പോഴത്തേനും സന്ധ്യയൊക്കെ ആയി, വിളക്ക് വെച്ചു, നാമം ചൊല്ലി എന്നതിന് ശേഷമാണ് രാത്രിയിലത്തേക്കുള്ള ബട്ടൂര ഉണ്ടാക്കുന്നത്. ബട്ടർ അതാ നല്ല പോലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്, ബട്ടൂരയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് രാത്രിയിൽ ബട്ടൂരയും ചിക്കൻ കറിയുമായിരുന്നു. അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കിയ ശേഷം പിറ്റേ ദിവസത്തിന് ഉലുവ വെള്ളം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയും കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഐസ്ക്രീമും എടുത്ത് കഴിച്ച് അങ്ങനെ ഞങ്ങളൊരു സിനിമ കാണുകയാണ് ഒരു 12 o'clock വരെ. മദനോത്സവം പറഞ്ഞ സിനിമയാണ്. അത്രയ്ക്ക് വല്ല നല്ലതല്ല, എന്നാലും ഒക്കെ കണ്ടിരുന്നു. അങ്ങനെ 2024 അവസാനിച്ച് 2025 സെറ്റും ചെയ്തു. ഹാപ്പി ന്യൂ ഇയർ.